നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രോഹിത് സുസ്മിതയുടെ ഭർത്താവാണ്. അയാള് കൊക്കയിൽ വീണ അതിന്റെ ആദിയും ഭയവും സങ്കടവും വേവലാതിയെല്ലാം ഉണ്ടാവേണ്ടത് സുസ്മിതയുടെ മുഖത്താ. ഭർത്താവ് കൊക്കയിൽ വീണാൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ ജീവൻ പോലും പണയം വെച്ച് മുന്നിൽ ഓടേണ്ടവളാണ് ഭാര്യ. പക്ഷെ ഇവിടെ പ്രീതിയാണ് മുന്നിൽ. അവളുടെ മുഖത്താണ് സങ്കടവും വേദനയും പരിഭ്രമവും. ആദ്യമെത്തി മറ്റുള്ളവരെ വിവരം അറിയിക്കേണ്ട സുസ്മിത അവളെ തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ എന്താ സുസ്മിത? സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? രോഹിത്തിനെ ഞാൻ കൊക്കയിലേക്ക് തള്ളിയിട്ടെന്നോ? അത് കണ്ട് പ്രീതി മറ്റുള്ളവരെ വിവരം അറിയിക്കാൻ വേണ്ടി ഓടുമ്പോ ഞാൻ തടയാൻ ശ്രമിച്ചെന്നോ? അത് മാത്രമല്ല, പ്രീതി ഇപ്പൊ കോമയിലായത് എങ്ങനെയാണെന്ന് പോലും സംശയിക്കേണ്ടി വരും എനിക്ക്. No, you are insulting me. എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവിനെ കാണാതായതിന്റെ ഭൂമിത്തെയും ഹൃദയത്തിൽ പേറി നടക്കുന്ന ഒരു ഭാര്യയാണ് ഞാനെന്ന് ഓർമ്മിക്കണം. എന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾ എന്നെ പ്രതിയാക്കാൻ നോക്കുകയാണോ? സുസ്മിതയെ അന്വേഷണമായി സഹകരിക്കുന്നതാണ് നല്ലതെന്നാ എന്റെ അഭിപ്രായം. സോറി, മാഡത്തിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. Are you sure? Damn sure. അപ്പോ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും സുസ്മിത. സുസ്മിത പറയുന്നതൊക്കെ സത്യമാണെന്ന കാര്യത്തിൽ സുസ്മിത ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയുന്നത് കള്ളോ? Am I right? അതെ. എങ്കിൽ ആ കാര്യം മറ്റുള്ളവർക്കൂടെ ബോധ്യപ്പെടേണ്ടതുണ്ട്, അല്ലേ സത്യമേ? അതെ. കേസന്വേഷണവുമായി സുസ്മിത സഹകരിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് നാർക്കോ അനാലിസിസിലേക്ക് നീങ്ങാം. നാർക്കോ അനാലിസിസ് ടെസ്റ്റിൽ ആർക്കും കള്ളം പറയാനാവില്ല. സുസ്മിത പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാം. സുസ്മിത പറയുന്നതാണ് ശരിയെങ്കിൽ ഈ കേസ് അന്വേഷണം മാത്രമല്ല, എന്റെ ജോലി ഞാൻ രാജിവെക്കും. യെസ്, ഐ മീൻ ഇറ്റ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.